നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയ ദുബായ്, ജോലിക്ക് തക്കതായ വേതനം, സ്വദേശികളെ പോലെ തന്നെ പ്രവാസികളെയും പരിചരിക്കുന്ന രീതി, ഇങ്ങനെ ഇവയെല്ലാം തന്നെ മറ്റുള്ളവരിൽ നിന്ന് ദുബായിയെ അല്ല നമ്മുടെ UAE തന്നെ വ്യത്യസ്തമാക്കുന്നു. എന്നാൽ കൊറോണയിൽ തകർന്നടിഞ്ഞത് നിരവധി സ്വപ്നങ്ങളാണ്. അറബികൾക്ക് പ്രിയപ്പെട്ട പദമാണ് നായ്ഫെങ്കിൽ മലയാളികളടക്കമുള്ള ദുബായിലെ വിദേശികൾക്ക് ജീവിതം വിളഞ്ഞ വ്യാപാര തുരുത്തുകൂടിയാണിത്. കൊറോണ കാലത്താണ് ദേറയിലെ ഈ പ്രിയ പ്രദേശത്തിന്റെ പകിട്ടും പരിവട്ടവും ഒരുപോലെ മാലോകരെല്ലാം കേട്ടത് തന്നെ. നാട്ടിലേക്ക് പെട്ടികെട്ടുന്ന കുടുംബങ്ങളെല്ലാം നൈഫിലൂടെ ഒരു റൗണ്ട് അടിച്ച ശേഷമായിരിക്കും പെട്ടിമുറുക്കുക. ആഘോഷങ്ങൾക്ക് ആവശ്യമുള്ള അലങ്കാര വസ്തുക്കൾ തേടുന്നവരുടെ മനസ്സിലും നൈഫ് തന്നെയായിരിക്കും. കാരണം ന്യായവിലയ്ക്ക് നൈഫിൽ നിന്ന് സാധനങ്ങൾ ഒത്തുകിട്ടും. ചിലപ്പോൾ വില പേശാതെ തന്നെ വ്യാപാരികൾ കീശയ്ക്ക് കോട്ടം തട്ടാതെ വസ്ത്രവും അത്തറും കളിക്കോപ്പുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും പാദരക്ഷകളും പരവതാനികളും എല്ലാം തരും. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൈഫിലെ കുടക്കീഴിൽ സുലഭമാണ്. കോഴിക്കോട്ടെ മിഠായി തെരുവിനെ ഓർമ്മിപ്പിക്കുന്ന തിരക്കാണ് നൈഫിൽ. മനുഷ്യർ ഉറങ്ങാൻ വൈകുന്ന തെരുവെന്നാണ് പറയപ്പെടുന്നു. 2008 നൈഫിൽ തീപിടുത്തമുണ്ടായി. സാധനങ്ങൾക്കൊപ്പം കച്ചവടക്കാരുടെ കിനാവും ചാരമായി മാറി. കരുണയും കരുതലുമുള്ള ദുബായ് സർക്കാർ കച്ചവടക്കാർക്ക് പകരം വ്യാപാര സൗകര്യവും ഒരുക്കി. കാഴ്ചയ്ക്ക് കൗതുകമില്ലായിരുന്നുവെങ്കിലും അവർ അവിടെ നിന്ന് നഷ്ടങ്ങൾ നെയ്തെടുക്കാൻ തുടങ്ങി. 2 വർഷത്തിന് ശേഷം 8 കോടി ദിർഹം ചിലവിട്ട് ആധുനിക സൗകര്യങ്ങളോടെ നൈഫിൽ പൈതൃക സൂക്ക് സുന്ദര രൂപത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. അങ്ങനെ വിദേശികൾ വ്യാപാരികളായും സന്ദർശകരായും നൈഫിനെ ജനസാന്ദ്രമാക്കി മാറ്റുകയായിരുന്നു. സ്വദേശികളായ വ്യാപാരികൾ വെറും 3 പേർ മാത്രമാണ്. ജീവിതം അങ്ങനെ ഉയർന്നും താഴ്ന്നും സഞ്ചരിക്കുന്നതിനിടയിലാണ് കൊറോണ കോളിളക്കമുണ്ടാക്കിയത്. മലയാളികളുടെ സ്വപ്ന സങ്കല്പങ്ങൾക്ക് വലിയ തുളകളും വീണു. ആളനക്കമടങ്ങാത്ത ആ അങ്ങാടി വൈറസിനെ പേടിച്ച് വാതിൽ മടച്ചു. രോഗം ആരിലും ഉടലെടുക്കുമെന്ന ഭീതിയും പരന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിതി ഗുരുതരമാക്കാൻ ലക്ഷ്മണരേഖ കൊണ്ട് മേഖലയിൽ വേലി കെട്ടിത്തീർത്തു. ലോക്ക്ഡൌൺ ആയതോടെ ജനജീവിതം കൂടുതൽ വീർപ്പുമുട്ടി. KMCC അടക്കമുള്ള സന്നദ്ധ സംഘടനകൾ സഹായത്തിന്റെ കരസ്പർശവുമായി എത്തി. രോഗികളെ മാറ്റിപ്പാർപ്പിക്കാൻ പല മേഖലകളും ഒരുക്കിയിരുന്നു. സർക്കാരും സന്നദ്ധ പ്രവർത്തകരും കൈകോർത്ത് രക്ഷാപ്രവർത്തനം സജീവമാക്കിയിരിക്കുകയാണ്. പക്ഷേ എത്ര കാലം ഈ ഒറ്റപ്പെടലും ഒതുങ്ങിക്കഴിയലും സാധിക്കുമെന്ന് കച്ചവടക്കാരും താമസക്കാരും വേവലാതിപ്പെടുകയാണ്. സ്വദേശത്തേക്ക് തിരിച്ചുപോയി മനസ്സിന് ബലം വരുത്തി തിരിച്ചു വരാനുള്ള വഴിയും തുറന്നു കിട്ടിയിട്ടില്ല. കാലുറപ്പിച്ച് നടന്ന സ്വപ്നഭൂമിയുടെ ഭാവിയിലും സ്വന്തം ഭാവിയിലും അവർ ആകുലതകളാണ് നെയ്തു കൂട്ടുന്നത്. ഇത്തരത്തിൽ ആകുലതകൾ മാത്രം നിറഞ്ഞ ദുബായ് തെരുവുകൾ മലയാളികൾക്ക് ഭീതിയും നൽകുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.